കുടിക്ക് വേഗം. പെട്ടെന്ന് കുടിക്ക്, സ്കൂളിൽ പോകാൻ സമയല്ലേ. നേരത്തെ പതിയെ പതിയെ. എണീറ്റൂടെ? നേരത്തെ എണീറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തൂടെ? ഇത്രയും വളർന്നില്ലേ? അതെ, നമുക്കേ ആ ബിന്ദു ഇല്ലേ, അവളുടെ കല്യാണമാണ് അടുത്ത മാസം 15-ാം തീയതി. നമുക്ക് പോകണം കേട്ടോ. സമയമുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാൻ ഇവിടെ ഏതാണ്ട് അടിച്ചു വെച്ചേക്കുന്നു. എന്തേട്ടാ, അവൾ എന്റെ കല്യാണത്തിന് തന്നിട്ടുണ്ട് ഗിഫ്റ്റ്. മോശം തന്നെങ്കിൽ നിങ്ങളുടെ തന്തപ്പടി എടുത്തത് ചോദിക്കണം. തന്തപ്പടിയല്ലേ വാങ്ങി ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. തരാന്ന് പറഞ്ഞ സാധനം പോലും ഇതുവരെ തന്നിട്ടില്ല. എന്തായിട്ടീ പറയണത്? ഇത് പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? എന്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ടല്ലേ. അച്ഛൻ മരിച്ചു പോയണ്ടാന്നോ? ഇപ്പൊ ഒരാളുടെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിലയില്ലേ? ഇനി ആരും എന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തരാനാ? ആകെയുള്ളത് ഒരു അച്ഛനുണ്ടായിരുന്നു, ആ അച്ഛനോ മരിച്ചുപോയി. ഇനി ആരെന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തരും? നമ്മുടെ മോനിക്ക് ഇത്രയും പ്രായമായില്ലേ, എന്നിട്ടും ഈ കിട്ടാനുള്ള പൈസ കണക്കൊക്കെ വെച്ചിരിക്കുക. കണക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ ജോലിക്ക് വിട്, ഞാൻ എങ്ങനെയെങ്കിലും ഇത് വീട്ടിക്കോളാം. നീ ജോലിക്ക് പോയിട്ടാണ് ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞോണ്ടിരുന്നത്. പിന്നെ എന്തിനാ എന്റെ അച്ഛനെ പറയണത്? അച്ഛനെ പറയേണ്ട സമയത്ത് അച്ഛനെ പറയണം. എന്തിന്? എന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിപ്പിച്ചു നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടല്ലേ, അല്ലാതെ ഞങ്ങളാരും നിങ്ങളുടെ പിന്നാലെ നടന്നതല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പൈസ തരാൻ ഉണ്ടായില്ല, പണ്ടം തന്നില്ലേ? പണ്ടം തന്നത് നിന്റെ അനിയത്തിയെ കെട്ടിക്കാൻ വേണ്ടിട്ട് വീണ്ടും എടുത്തില്ലേ? അത് നിന്റെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിട്ട് എത്ര രൂപ ചെലവായി? നിങ്ങളപ്പോ ഓരോ കണക്ക് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. കണക്ക് വേണ്ട, എനിക്കും വളർന്നു വരുന്ന 2 മക്കളല്ലേ ഉള്ളത്, അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ? എന്റെ അച്ഛന് വയ്യാത്തോണ്ടല്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നടത്തേണ്ടി വന്നത്. അത് നിങ്ങളുടെ കടമല്ലേ? കടമ നിർവഹിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള പിന്നെ വീടിന്റെ പ്രമാണം എടുത്തു തരാൻ പറയണം. നമ്മളെ കുറെ ബാധ്യതകൾ തീർക്കായിരുന്നല്ലോ നേരം. അതെന്താ നീ സംസാരിക്കാത്ത? നിങ്ങളുടെ മാമന്മാരാന്നല്ല കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്തേ? അതും കൂടി ഇനിയിപ്പോ നിങ്ങളുടെ മാമന്മാർക്ക് കൊടുക്കണമെന്നാണ് നീ പറയുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ചെലവാക്കിയതെല്ലാം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വാങ്ങിത്തരാം. വിഷമിക്കുന്നതിന്റെ അല്ല, എന്റെ സിറ്റുവേഷൻ നിനക്ക് അറിയത്തില്ല. ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളും ഒന്നും കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. എന്താ അച്ഛൻ അമ്മേനെ ഇങ്ങനെ ചീത്ത പറയണേ? അമ്മേനെ ചീത്ത പറഞ്ഞതല്ലേ മോനെ, അച്ഛൻ കാര്യം പറഞ്ഞതല്ലേ. ഞങ്ങൾക്ക് ആരും ഇല്ലാതായി പോയതുകൊണ്ടല്ലേ പെട്ടെന്ന് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം. എന്താ അത് മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ജീവിക്കുന്നത് നമ്മള്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ആരും ഇല്ലാത്ത എന്താ? മരിച്ചുപോയ എന്റെ അച്ഛൻ എന്തിനാ പറയണേ? അപ്പൊ അവിടെ കിടന്നോട്ടെ. നിങ്ങൾക്ക് എന്താ, നാളെ നിങ്ങൾ ആട്ടുനോറ്റ് വളർത്തുന്നതല്ലേ ഈ മോനെ, അതുപോലെയല്ലേ എന്നെ എന്റെ അച്ഛൻ വളർത്തിയിട്ടുണ്ടാവുക. മരിച്ചു പോയിട്ടും കൂടി എന്റെ ഭർത്താവ് തന്നെ എന്റെ അച്ഛനോരോന്ന് പറയുമ്പോ ഞങ്ങളടുത്ത് ഇല്ലാഞ്ഞിട്ടല്ലേ തരാഞ്ഞത്. നീ കരയണ്ട, ഞാൻ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അന്നേരത്തെ ഒരു സിറ്റുവേഷനിൽ ദേഷ്യം വന്നത് പറഞ്ഞതേ ഉള്ളൂ. അത് നീ വിട്ടേരെ, നീ കരയാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല. സിറ്റുവേഷൻ നിനക്കും അറിയാവുന്നതല്ലേ. എനിക്കറിയാം, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം. എത്ര ലക്ഷം രൂപയാണ് നമ്മൾ പലയിടത്തും മാജി ഓരോ കാര്യത്തിന് വേണ്ടിട്ട് ഇതാക്കി. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് തന്നെ എത്ര ആ മനോജ് ഇന്നലെയും വിളിച്ചു, അവന് കൊടുക്കണ്ടേ? നീ കേട്ടതല്ലേ? ഏട്ടാ, ഞാനൊരു ജോലിക്ക് പൊക്കോട്ടെ, എന്തെങ്കിലും എന്നെ കൊണ്ടും പറ്റുമല്ലോ. പിന്നെ എന്തിനാ എത്ര പഠിച്ചത്? നീ ജോലിക്ക് പോയിട്ടല്ലല്ലോ ഇത്രയും കാലം ഈ കുടുംബം കഴിഞ്ഞത്. എങ്ങനെയെങ്കിലും ഏട്ടന്റെ കാശ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തരാൻ പറയാം. കാശിന്റെ അല്ലല്ലോ, ഞാൻ എന്റെ ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാ. നീ കൂടിയിട്ട് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ശരി, എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നമുക്ക് പോവാം, അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ നമ്മൾ ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഈ കടങ്ങൾ ഓരോരുത്തർ വിളിച്ചു ചോദിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നില്ല നമുക്ക്. അപ്പൊ അതിനൊരു പരിഹാരം കാണണ്ടേ? നിന്റെ ഉണ്ടായിരുന്ന സ്വർണം മൊത്തം എടുത്ത് അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കി. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഏട്ടൻ പറയണ?
ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നായിട്ട് പറയണത്? ജോലിക്ക് പോകാൻ പറ്റില്ല. വീട്ടിലുള്ള ഉള്ള നില ഞാൻ എങ്ങനെയെങ്കിലും വിപ്പിക്കാന്ന് വിചാരിച്ച അതിന് മാമന്മാരാണെങ്കിലും തടസ്സം നിൽക്കണം. ഒക്കെ എന്റെ അച്ഛന്റെ ഗതികേട്. അതിന് ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മാമന്മാർക്ക് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ മാമന്മാർ എന്തിനാണ് അതിന് ഇടങ്ങേറാക്കിയിരിക്കുന്നത്? എല്ലാം നിങ്ങൾ തന്നെ പറയാ. നീ വിഷമിക്കാതെ, എന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോയതാ, നീ വിഷമിക്കാതെ. ചെല്, സ്കൂളിൽ പോവാൻ നോക്ക്. ബാ, ബാ, ബാ.